ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ബാഫോഗ് ഇടുന്ന സ്റ്റുഡൻസിനാണ് വേരിയോ ടെക്സിന്റെ കിഴിവുകൾ എന്നൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നിട്ട് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനായിട്ട് നല്ലത്. ഈ ചാനൽ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും അത്. അതുപോലെ തന്നെ നിങ്ങൾക്കും പുതിയ ഇൻഫോർമേഷൻസ് ജർമ്മനിയിൽ വരാനിരിക്കുന്നവർക്കും ഉള്ളവർക്കും ഒക്കെ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾക്ക് എത്തിക്കാനും സാധിക്കും. സോ നേരെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ബാഫോഗ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ബാഫോഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. അതായത് ബുണ്ടസ് ഔസ്ബിൽഡിംഗ്സ് ഫോർഡറും ഗെസറ്റ്സ്. എനിക്ക് തന്നെ എടുത്ത് കുറച്ച് സമയം അത് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പേരാണല്ലോ. അപ്പോൾ ആ പേരിനേക്കാൾ കൂടുതൽ ആവശ്യം അത് എന്താണെന്ന് അറിയില്ലാണല്ലോ. അപ്പോൾ ഇതൊരു ജർമ്മൻ സർക്കാരിന്റെ ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാറില്ലേ. അതുമാതിരി തന്നെ ഇവിടെയും ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ് ഈ ബാഫോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇതാർക്ക് കിട്ടും? സ്റ്റുഡൻസിന്, ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസിന്, വേറെ കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഈ ഒരു ആനുകൂല്യം കിട്ടും. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 10 തുടങ്ങിയാണ് കേട്ടോ അതിന്റെ സ്റ്റാർട്ടിങ്. ഒരു 10th ബേസ് തൊട്ട് മുകളിലുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്കായാലും ചിലവർ ഈ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് പഠിക്കാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. ഒരു പക്ഷേ നമ്മൾ എടുക്കുന്ന കോഴ്സുകളോ കാര്യങ്ങളോ ഹൗസ് ബിൽഡിംഗ് ആയാലും വേറെ കോഴ്സുകളായാലും 10th ആയാലും നമുക്ക് ചിലപ്പോൾ പോകാൻ സൗകര്യമുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്താനുള്ള ഒരു ദൂരം കൂടിയതുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചിലപ്പോൾ ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കാൻ വേറെ സ്ഥലങ്ങൾ നമ്മൾ പാരൻസിന്റെ കൂടെ ആയിരിക്കില്ല. അപ്പോൾ പാരൻസിന്റെ കൂടെ ആയിരിക്കില്ലാത്ത കാരണങ്ങൾ കൊണ്ട് പിന്നെ അഥവാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജർമ്മനിയിൽ താമസിച്ച് പഠിക്കണം എന്നുള്ളവർക്കും ഒക്കെ ഈ സാമ്പത്തിക സഹായം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി. അവരെ ജർമ്മൻ സർക്കാർ സഹായിക്കും. 10th മുതൽ അതിന് ഹൗസ് ബിൽഡിംഗ് തൊട്ട് മുൻപുള്ളത് ആ ഒരു കാലഘട്ടം നമ്മൾ ഈ സ്റ്റുഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയേണ്ട കാര്യമില്ല, ഇത് ഫുള്ളി ഫ്രീ ആണ്. ഇനി ഹൗസ് ബിൽഡിംഗ് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസ് ആണ് ഈ ബാഫോഗിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തിരിച്ചടയ്ക്കണം. പലിശ വേണ്ട, തിരിച്ചടയ്ക്കണം. നമുക്ക് എന്തായാലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് നമ്മൾ അവർക്കൊരു കാലാവധി അവർ പറയും. ജോലിക്ക് കിട്ടിയതിന് ശേഷം അവരോട് സമയപരിധി കൊടുക്കും. ആ സമയത്തിനുള്ളിൽ നമ്മൾ പലിശയൊന്നും ഇല്ലാണ്ട് തവണകളായിട്ടോ നമ്മുടെ സൗകര്യം പോലെ തിരിച്ചടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ അവരത് ഫിൽ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി എത്ര ഫണ്ട് കിട്ടും? അതാണ് നമ്മുടെ മെയിൻ കാര്യമല്ലോ. അപ്പോൾ ഫണ്ട് എത്ര കിട്ടുന്നത് ഒരു 3 കാര്യത്തിന് വീണ്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. 2 നമ്മുടെ പാരൻസിന്റെ വരുമാനം അനുസരിച്ചിരിക്കും. 3 എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കോഴ്സിനനുസരിച്ചിരിക്കും. അപ്പോൾ ആ കോഴ്സിന് വെച്ചിട്ടുള്ള എമൗണ്ട് ഒക്കെ ആയിരിക്കും അവർ ബാഫോഗ് നമ്മൾ അപേക്ഷ കഴിയുമ്പോൾ തരുന്നത്. പിന്നെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കിട്ടിയിരിക്കുന്നത് നഴ്സിംഗ് ആയിരിക്കില്ല. പക്ഷേ നഴ്സിംഗ് മാത്രമല്ല കേട്ടോ, ഹൗസ് ബിൽഡിംഗ് ഒരുപാട് കാര്യത്തിൽ ഹൗസ് ബിൽഡിംഗുകളുടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഹൗസ് ബിൽഡിംഗുകൾക്ക് 3 വർഷത്തെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള എല്ലാ ഹൗസ് ബിൽഡിംഗുകൾക്കും അതുപോലെ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് അതിനൊക്കെ ഈ ബാഫോഗ് കിട്ടും. പക്ഷെ നമ്മൾ അപേക്ഷിക്കണം. ഇനി അപേക്ഷിച്ചാലും ഇനി ഈ പറഞ്ഞതെല്ലാം ഇതുമാതിരി തന്നെ സംഭവിക്കണമെന്നും ഒരു നിർബന്ധമില്ല. കാരണം ഈ ജർമ്മനിയിലെ എല്ലാ റൂൾസും സ്റ്റേറ്റ് വൈസ് ആണ്. ഓരോ സ്റ്റേറ്റ് മാറുന്തോറും എല്ലാ കാര്യങ്ങളുടെ റൂൾസും മാറും. അപ്പോൾ നമ്മളിപ്പോഴും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പറഞ്ഞല്ലോ 10th മുതലുള്ള സ്റ്റുഡൻസ്, ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസ്, പിന്നെ അതർ കോഴ്സസ്. ഈ അതർ കോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ചെറിയ കോഴ്സുകളുടെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കോഴ്സുകൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫണ്ട് ഗ്രാന്റ് ചെയ്യും. ഇത് ഇവിടെ പോയിട്ടാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളത്. ഫിനാൻസ് ഓഫീസുകൾ, അതുമാതിരി മുനിസിപ്പൽ എഡ്യൂക്കേഷൻ ഓഫീസുകൾ ഉണ്ടാവും. അതുപോലെ സ്റ്ററ്റ് ചുമ്മാ നമ്മുടെ ഹൗസൊക്കെ ഉള്ള നമ്മുടെ സ്ഥലത്ത് അവിടെയൊക്കെ പോയി ചോദിച്ചാലും അവരത് ലീഡ് ചെയ്യും. ഇനി അതുപോലെ തന്നെ www.bafog-digital.d എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ടും ഇത് ചെയ്യാവുന്നതുള്ളൂ. ഇനി അതല്ല, ഈ ബാഫോഗിന് ഒരു ഹോട്ട്ലൈൻ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാവുന്നതാണ്. 2025-26 സെമസ്റ്ററിൽ ജർമ്മൻ ഗവൺമെന്റ് കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് €992 ആണ്. അതിൽ തന്നെ പാരന്റ്സിന് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ €855 കിട്ടുള്ളൂ. അതിൽ കിട്ടുന്ന എമൗണ്ട് ആണോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് അനുസരിച്ച് ഈ എമൗണ്ടിൽ മാറ്റം വരാം. ഏകദേശം ഒരു തുകയാണ് നമ്മളോട് പറഞ്ഞത്. ഈ കിട്ടുന്ന €992 ഇവിടെ അടിച്ചുപൊളിച്ച് കഴിയാമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പാർട്ട്മെന്റ്, ഇൻഷുറൻസ്, ഫുഡ്, അതൊക്കെയും ഈ കാശിൽ നിന്ന് വേണം നമ്മൾ കൊടുക്കാനായി. അവർക്ക് ഓൾറെഡി പ്ലാനിംഗ് ഉണ്ട്. ഇത്ര ഫുഡിന് ഇത്രയും, അല്ലെങ്കിൽ ഒരു പഠനത്തിന് ഇത്രയും, നിങ്ങളുടെ അക്കോമഡേഷൻ ഇത്രയും, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ എമൗണ്ട് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറഞ്ഞ റെന്റിനുള്ള ഒരു വീട്, റൂം എടുക്കുക എന്നുള്ളതാണ്. മറക്കണ്ട, സോഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് ഇൻകം കാണിക്കുന്ന രേഖകളാണ് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ ബാഫോഗിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് അപേക്ഷിച്ചോളി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാണോ അപേക്ഷിച്ചത് അന്ന് മുതൽ തന്നെയാണ് അവരത് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അന്ന് മുതലുള്ള തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എത്രയും പെട്ടെന്ന് അപേക്ഷിച്ചാൽ അത്രയും പെട്ടെന്ന് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ കിട്ടും. ഈ പ്രോഗ്രാമിനോടൊപ്പം തന്നെ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ €1000 കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഈ €1000 സ്റ്റാർട്ടപ്പ് പോലെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പാരന്റ്സിന്റെ സിറ്റിസൺസ് അലവൻസ്, ചൈൽഡ് സപ്ലിമെന്റ്, നമ്മുടെ ഹൗസിംഗ് അലവൻസ്, അല്ലാതെ സോഷ്യൽ ബെനിഫിറ്റ്സ് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു €1000 കിട്ടുന്ന ഒരു കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ കൂടി ചോദിച്ചേക്ക് കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.